പോക്കോയുടെ പോക്കോ C61 എന്നുള്ള ഒരു സ്മാർട്ട് ഫോൺ മുമ്പ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ ഒരു ഫോണിന്റെ എയർടെൽ സിമ്മായിട്ട് ലോക്ക് ചെയ്തിട്ടുള്ള ഒരു വെർഷൻ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടുള്ള ഒരു വെർഷൻ മേടിക്കുന്നതുകൊണ്ടുള്ള മെച്ചം നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ ആ ഫോൺ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എയർടെലിന്റെ ചില എക്സ്ട്രാ ഓഫേഴ്സും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ C61 എയർടെൽ വെർഷനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ 6.71 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫുൾ HD റെസൊല്യൂഷൻ ഒന്നും വരുന്നില്ല. പക്ഷേ 6000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഫുൾ HD റെസൊല്യൂഷൻ എന്നുള്ള കാര്യം എക്സ്പെക്ട് ചെയ്യാനേ പറ്റില്ല. LCD പാനൽ എന്നുള്ളത് ഓക്കെയാണ്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഗൊറില്ല ഗ്ലാസിന്റെ ഒരു പ്രൊട്ടക്ഷൻ വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 500 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നു എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTekന്റെ Helio G36 എന്നുള്ള പ്രോസസറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ 6000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസറൊക്കെ തന്നെയാണ്. പിന്നെ ബേസിക് ആയിട്ടുള്ള പ്രോസസറാണ്. അപ്പോൾ വളരെ മികച്ചൊരു ഗെയിമിംഗ് പെർഫോമൻസോ അല്ലെങ്കിൽ പെർഫോമൻസോ ഒന്നും തന്നെ ഇതിൽ എക്സ്പെക്ട് ചെയ്യരുത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോവേണ്ടതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു പ്രോസസറാണ് എന്ന് പറയാം. അത്രേ ഉള്ളൂ. പിന്നെ 5G സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. 4GB റാമും 64GB ഇന്റേണലാണ് വരുന്നത്. LPDDR4Xന്റെ റാമും eMMC 5.1 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള MIUI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 8 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും രണ്ടാമത് ഒരു AI ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പം ഓൺ പേപ്പർ തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 10 വാട്ടിന്റെ ചാർജിങ് സ്പീഡാണ് വരുന്നത്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊന്നും വരുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനും പറ്റില്ല. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ജൂലൈ 17 മുതൽ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എയർടെല്ലായിട്ട് ഈ ഫോൺ ലോക്ക് ആയിരിക്കും. ഇപ്പോൾ 18 മാസത്തേക്ക് നമ്മൾ എയർടെലിന്റെ സിം തന്നെ യൂസ് ചെയ്യണം. ഇനി എയർടെലിന്റെ സിം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 50GB ഡാറ്റ എക്സ്ട്രാ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വേറെയും പല ഓഫേഴ്സും നമുക്ക് എയർടെൽ സിമ്മിൽ ലഭിക്കുന്നതായിരിക്കും. ഇനീഷ്യലി നമ്മൾ 199 രൂപയുടെ റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5999 രൂപയാണ് ഈ ഫോണിന്റെ വില വരുന്നത്. പിന്നെ ഈ ഒരു ലോക്ക് ചെയ്യാത്ത വെർഷന്റെ വില വരുന്നത് 6499 രൂപയാണ്. അപ്പം ഒരു 500 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു ലോക്ക് ചെയ്തിട്ടുള്ള വെർഷൻ യൂസ് ചെയ്യുന്നതിന്. പിന്നെ ആക്സിസ് ബാങ്കിന്റെ കാർഡൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5% ഓഫും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ ബഡ്ജറ്റ് വളരെ കുറവാണ്. ഇപ്പം 6500 എടുക്കാനില്ല, കുറച്ചും കൂടി ഒന്ന് ബഡ്ജറ്റ് കുറച്ചിട്ട് ഒരു 6000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലോക്ക് ചെയ്തിട്ടുള്ള വെർഷൻ എടുക്കാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിന് നല്ല ഫീച്ചേഴ്സ് ഒക്കെ തന്നെ വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു ഫോൺ എയർടെൽ സിമ്മായിട്ട് ലോക്ക് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം. അല്ല ഒരു 500 രൂപയും കൂടി കൂട്ടുന്നത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ 6500 രൂപ പ്രൈസ് റേഞ്ചിൽ C61 എന്നുള്ള എയർടെൽ ലോക്ക് ചെയ്യാത്ത വെർഷനും എടുക്കാവുന്നതാണ്. എന്തായാലും ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ഈ ഒരു ഫോൺ. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. എന്തായാലും പോക്കോ C61 എയർടെൽ ലോക്ക് ചെയ്തിട്ടുള്ള വെർഷനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.